ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലം ജില്ലയിലുള്ള കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കടലും കായലും സംഗമിക്കുന്ന പുണ്യഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മനയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൊന്മന കൊട്ടാരം കടവിലെ ജങ്കാർ കടന്നു വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. കണ്ണിന് കുളിരണിയിപ്പിക്കുന്ന പ്രകൃതിരമണീയമായ കാഴ്ചകൾ നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരും എല്ലാവരും എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോകണം. കാരണം അത്ര നല്ല ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നൊരു ക്ഷേത്രമാണ്. ഭദ്രകാളി ദേവിയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠ. അങ്ങനെ ജങ്കാറിൽ ഞാനും അമ്മയും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ കടവിൽ വന്നിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഒരു 5 മിനിറ്റ് ദൂരം ഉണ്ടാവും കടവിൽ നിന്ന് ക്ഷേത്രത്തിലോട്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ വന്നവരും എല്ലാവരും ക്ഷേത്രത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിൽ. രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ റീച്ച് ആയതാണ്. എന്നാൽ പോലും ഭയങ്കര വെയിലായിരുന്നു. ഇന്നത്തെ ദിവസം ഉത്സവം കൂടെ നടക്കുന്നതുകൊണ്ട്, 12 വിളക്ക് ഉത്സവം നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. 12 വിളക്ക് ഉത്സവം നടക്കുന്നുണ്ടാണോന്നറിയില്ല. ഈ 2 സൈഡിലും നമുക്ക് നിറയെ കടകൾ കാണാമായിരുന്നു. ചില കടകളൊക്കെ ഇങ്ങനെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ കടകളുണ്ടായിരുന്നു. അതായത് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന ടൈപ്പ് കടയുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് കട, കുറേ ബാഗൊക്കെ വയ്ക്കുന്ന കട, പിന്നെ ചെറിയ ചെറിയ ചായക്കടകൾ, അങ്ങനെ കുറേ കടകൾ അമ്പലത്തിനടുത്ത് വരെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അതൊക്കെ പയ്യെ കണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വൃശ്ചിക 1 മുതൽ 12 ദിവസം വരെയാണ് 12 വിളക്ക് ഉത്സവം നടക്കുന്നത്. ഈ 12 ദിവസവും നിരവധി ആൾക്കാരാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നതും ഭജന ഇരിക്കുന്നതുമെല്ലാം. അപ്പോൾ ഈ ഇടത് സൈഡിൽ കാണാൻ സാധിക്കും കുറേ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അത് ഞാൻ കേട്ടറിഞ്ഞത് ഈ 12 വിളക്ക് ഉത്സവ സമയത്ത് ഇങ്ങനെ ഇതേമാതിരി ഒരു 1000കണക്കിന് ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഭജനയൊക്കെ ഇരിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനടുത്തെത്തി. എന്താ പറയുക, ഇങ്ങനെ നോക്കുമ്പോൾ വലിയ തിരക്കില്ലാത്തതുപോലെ തോന്നും. പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് എന്തോരം ആൾക്കാരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മണി നേർച്ച. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിപാടിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുമ്പോൾ കൊടിമരത്തിൽ നിന്ന് ഒരു മണി താഴെ വീണു. അന്നുണ്ടായിരുന്ന പൂജാരി ആ മണി ക്ഷേത്രത്തിലെ ആലിൽ തിരിച്ചു കെട്ടി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശുഭകാര്യങ്ങൾ സംഭവിച്ചു. ഇതറിഞ്ഞ ഭക്തർ ആലിൽ മണി കെട്ടുവാൻ ആരംഭിച്ചു. അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നതോടെയാണ് ആലിൽ മണി കെട്ടുന്നത് പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മണി കൗണ്ടറിൽ നിന്നും ചീട്ടാക്കിയതിന് ശേഷം ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച് വാങ്ങണം. അതിന് ശേഷമാണ് നമുക്കത് ആലിൽ കെട്ടാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മണി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂ കളർ ട്രേയിലായിരുന്നു. അപ്പോൾ ഈ ബ്ലൂ കളർ ട്രേ കിട്ടിയിട്ടുണ്ടായിരുന്നവരെല്ലാം ഒരേ ക്യൂവിൽ നിൽക്കണം. അങ്ങനെ ആ ഒരു ക്യൂവിലൊരു 10-25 മിനിറ്റ് ഞങ്ങൾക്ക് നിൽക്കേണ്ട, എനിക്ക് തോന്നുന്നു 25 മിനിറ്റ് കൂടുതൽ നിൽക്കേണ്ട വന്നെന്ന് തോന്നുന്നു. കുറേ സമയം നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ട വന്നു. ഇതാണ് എന്താ പറയുക, കൊടിമരം. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ആൽമരം കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ദേവീനെയൊക്കെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൻ്റെ വെളിയിലിറങ്ങി. അങ്ങനെ ശ്രീകോവിൽ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന മണി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ പുറത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കാണാൻ സാധിച്ചു ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ആലിന് ചുറ്റും വലം വയ്ക്കുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആഗ്രഹം സാധിച്ചതിന് ശേഷം പൊങ്കാല ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പൊങ്കാല ഇടുന്നതിൽ നിന്നും കുറേ ആൾക്കാർ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ ഇങ്ങനെ ഞങ്ങളുടെ മണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കും കുറേ ആൾക്കാർ ഓരോരോ സ്പൂൺ പൊങ്കാല പായസം
ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് നിന്നത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. 2-3 വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പല പല ആൾക്കാർ കുറച്ച് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഈ പായസമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സമയമുണ്ടല്ലോ, എന്തായാലും മണി നമ്മൾക്ക് ആ ഒരു റെസിപ്റ്റ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ബ്ലൂ കളർ ട്രേ കിട്ടിയിട്ടുണ്ടായിരുന്നവർ ഒരു കൗണ്ടറിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൗണ്ടറിൽ വന്നിട്ട് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ മണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ 12 വിളക്കുത്സവം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. അല്ലാത്ത സമയത്ത് ഇത്രയും തിരക്കില്ലെന്നാണ് കേട്ടറിഞ്ഞത്. അങ്ങനെ കുറേ നേരം കാത്ത് നിന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്താ പറയുക, മണി കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പ്രസാദവും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മണിയായിട്ട് 7 പ്രാവശ്യം ആലിന് പ്രദക്ഷിണം ചെയ്തതിന് ശേഷം വേണം മണി കെട്ടാൻ. എന്താഗ്രഹിച്ച് കെട്ടുന്നുവോ ആ ആഗ്രഹം ദേവി സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. സാധാരണയായിട്ട് 3 ഇല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 തവണയായിട്ട് വന്നാണ് കാര്യസാധ്യത്തിന് ക്ഷേത്രത്തിൽ മണി കെട്ടാറ്. കാര്യസാധ്യത്തിന് ശേഷം ക്ഷേത്രത്തിലെത്തി ദേവിക്ക് പൊങ്കാല സമർപ്പിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അങ്ങനെ ആചാരപ്രകാരം 7 പ്രാവശ്യം വലം വെച്ച് മണി കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ 2 പേരും ഒരേ സമയത്ത് ഇങ്ങനെ മണി കെട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ആരും വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മണിയെല്ലാം കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. എല്ലാവരും ഇങ്ങനെ വലം വയ്ക്കുന്നതും പിന്നെ പരിസരമൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു. കടലിൽ നിന്നും 10 മീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. 15 വർഷങ്ങൾക്ക് മുമ്പ് സുനാമി ഉണ്ടായപ്പോൾ കൂടിയും ഈ ക്ഷേത്രത്തിന് യാതൊരു കേടുപാടും ഉണ്ടായിട്ടില്ല. ഇത്രയും അടുത്ത് കടലുണ്ടായിട്ട് കൂടിയും ക്ഷേത്ര പരിസരത്ത് ഉപ്പ് കലരാത്ത ശുദ്ധജലം ലഭിക്കുന്ന 5 കിണറുകളുണ്ടെന്നാണ് കേട്ടത്. ഞങ്ങളൊരു 12-12:30 സമയത്താണ് ഈ കടൽ തീരത്ത് പോയത്. അതുകൊണ്ട് അധിക നേരം ഒന്നും നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന സമയവും ആയിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നൊന്ന് പോയി വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.